മഹാനായ ഇമാം തഖിയുദ്ദീൻ സുബിക്കി തന്റെ മകൻ മുഹമ്മദ് എന്ന മകന് നൽകിയ ഒരു വസിയത്ത് നല്ല ഒരു ഗ്രന്ഥമായി ഇപ്പോ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. ആ പ്രസിദ്ധീകരിക്കപ്പെട്ട വസിയത്തില് ബഹുമാനപ്പെട്ട ഇമാം സുബിക്കി റളിയല്ലാഹു അൻഹുവിന്റെ ആ പാട്ടുകളിൽ ഈരടികളിൽ 63 വരികളുണ്ട്. 63 നല്ല സുന്ദരമായ വരികളാണ്. ബുനയ്യ ലാ തുഹ്മിൽ നസീഹതി അല്ലതി ഊസീക വസ്മഅ മിൻ മഖാലി തർശുദി ഇഹ്ഫദ് കിതാബല്ലാഹി വസ്സുനന അല്ലതി സ്വഹത്ത് വഫിഖ്ഹ അശ്ശാഫിഈ മുഹമ്മദി. ഷാഫി ഇമാമിന്റെ മദ്ഹബ് നല്ലോണം പഠിച്ചോ, കിതാബും സുന്നത്തും നല്ലോണം പോലെ മനസ്സിലാക്കിക്കോ. ഞാൻ ഉപദേശിക്കുന്ന ഉപദേശം എന്റെ ഗുണകാംക്ഷ പാഴാക്കി കളയരുത് മോനെ, ഒഴിവാക്കരുത് മോനെ എന്നും പറഞ്ഞ് അവസാന കാലത്ത് തന്റെ മകന് നൽകുന്ന ഏറ്റവും ബലപ്പെട്ട ഉപദേശം, മുഹമ്മദ് എന്ന മകന് ഉപദേശം നൽകുന്ന ആ ഉപദേശം താനങ്ങനെ കേറിയിട്ട് 31ാമത്തെ വരിയില് മകന് വേണ്ട വരികൾ മുഴുവൻ 30 വരികളിലൂടെ ഉപദേശങ്ങൾ നീണ്ടു നൽകിയ ശേഷം മഹാനർ പറയുന്നു, വലഖദ് അസംതു അലൽ ഹിജാസി ലിഹജ്ജതി തംഹു മിനൽ ആസാമി മക്തസബത് യദി. ഞാനിതാ മോനെ ഹിജാസിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു ഹജ്ജിന്. എന്റെ കുറ്റങ്ങളൊക്കെ മായ്ക്കാൻ പറ്റുന്ന, എന്റെ എല്ലാ തെറ്റുകളും പൊറുക്കാൻ പറ്റുന്ന ഹജ്ജിന്. فلقد جنيت وما أقول جهالة ولقد عصيت بجرأة وتعمدي. ഞാൻ വല്ലാതെ തെറ്റ് ചെയ്ത ആളാണ്, അറിയാതെ പറയല്ല, ശരിക്കും അല്ലാഹുക്കെതിരെ കാണിച്ച ആളാണ്. ولقد ركبت هوى وغبا مفرطا ولقد زللت وما نسيت تبعدي. ഞാൻ എന്റെ തന്നിഷ്ടത്തിന് വെച്ച് തടിയിച്ചക്കൊത്ത് വളരെയധികം തോന്നിയാസങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ വിസ്മരിക്കുന്നില്ല. എന്റെ നിലപാടുകളും എനിക്ക് നൽകപ്പെട്ട താക്കീതുകളും ഖുർആനിലും ഹദീസിലുമുള്ള താക്കീതുകളും ഒന്നും വിസ്മരിച്ചില്ല. ഞാൻ ശരിക്കും തെറ്റുകാരനാണ്. ഞാൻ എന്റെ ശരീരത്തോട് ധാരാളം അക്രമം ചെയ്ത പാപ്പിയാണ്, ദോഷിയാണ്, പരിപൂർണമായും ദോഷം ചെയ്ത പാപ്പി. അതുകൊണ്ട് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവിത്രമായ ഹളറത്തിലേക്ക് ഞാൻ ചെല്ലാൻ കടപ്പെട്ടവനാണ്. ولو أنهم ظلموا أنفسهم جاءوك فاستغفروا الله واستغفر لهم الرسول لوجدوا الله توابا رحيما. അതിക്രമകാരികളായിട്ടുള്ള ആളുകളൊക്കെ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹളറത്തിലേക്ക് ചെല്ലുകയും നബിന്റെ ഹളറത്തിൽ ചെന്നുകൊണ്ട് നബിനെ കൊണ്ട് തവസ്സുലായി അവിടത്തോട് അന്യായം പറഞ്ഞ് അവരുടെ പാപങ്ങൾ അല്ലാഹുവിനോട് ഏറ്റുപറയുകയും പാപമോചനത്തിന് അപേക്ഷിക്കുകയും ചെയ്താൽ പാപം പൊറുക്കപ്പെടുമെന്ന ആയത്ത് എല്ലാ ദോഷികൾക്കും പാപികൾക്കും ബാധകമാണെന്ന സകല മുഫസ്സിറുകളുടെയും, പ്രത്യേകം വിവരിച്ച മുഫസ്സിറുകളുടെയും ഒക്കെ ശരിയായ വീക്ഷണം തന്നെ ഇമാം സുബുക്കിയും പുലർത്തിയിട്ട് പറയാ, മുഹമ്മദ് നബിയുടെ സ്ഥാനത്തേക്കും അവിടുത്തെ പദവിയിലേക്കും അവിടുത്തെ മഖാമിലേക്കും ഞാൻ എത്തണം. الرسول برحمة وتعطف يستغفر الرحمن للقلب الصدي. എന്റെ കത്തുന്ന മനസ്സിന് അല്ലാഹുവിനോട് പാപമോചനം തേടാൻ ആരംഭ നബി കനിവ് കാട്ടിയേക്കാം. وعسى لأجل المصطفى وبجاهه يرضى ويرحمني لذله سيدي. എന്റെ റബ്ബ് എന്നോട് പൊരുത്തപ്പെടുകയും എനിക്ക് കരുണ ചെയ്യുകയും ചെയ്തേക്കാം നബിനെ മാനിച്ചുകൊണ്ട്. فلو أن خلق الله ظلموا وتوا هذا الرسول لكان عذب موردي. പടച്ചോന്റെ പടപ്പുകളായ മനുഷ്യർ മുഴുക്കെ പാപികളായി ദോഷികളായി ആ ഹദറത്തിൽ ചെന്നാലും എല്ലാവരുടെയും പാപം പൊറുക്കാൻ പറ്റുന്ന നല്ല കനിവിന്റെ നീരുറവ അതാണ് അഷ്റഫുൽ വറാ ത്വഹ റസൂലുള്ളാഹി. ആ നബിയുടെ അടുത്തേക്ക് ഞാൻ ചെല്ലണം എന്ന് മകനോട് തന്റെ അവസാനത്തെ തീരുമാനം പറഞ്ഞിട്ട് ഇനി അല്ലാഹുവിന്റെ റസൂലിലേക്ക് നേരിട്ടൊരു പ്രയാണമാണ്, നബിയിലേക്കൊരാരോഹണമാണ്. ഞാൻ പാപിയാണ്, ഞാൻ പാപിയാണ്, ഞാൻ ദോഷിയാണ് നബിയെ. ഇതാ ഇവിടത്തേക്ക് വന്നിരിക്കുന്നു. ഫംനുൻ അലയ്യ ബിതൗബത്തിൻ വംനുൻ ബിഖാതിമത്തിൽ ഹുദാ വംനുൻ ബിഫദ്ലി തഗമ്മുദി. ഇന്നന്ത ലം തർഹം ഫമൻ ഹുവ റാഹിമു ഔ അന്ത ലം തഗ്ഫിർ ഫമൻ ലിൽ മുഅ്തദി. ആരംഭ നബിയെ, എനിക്കെന്റെ പാപത്തിൽ നിന്ന് മോചനം വേണം, തൗബ വേണം. ആ തൗബ അങ്ങ് തരണം.
വംനുൻ ബിഖാതിമത്തിൽ ഹുദാ, എനിക്ക് ഇസ്ലാം ദീൻ ഇമാൻ രക്ഷപ്പെട്ട് കിട്ടിയിട്ട് അവസാനം കിട്ടിയിട്ട് മരിക്കണം, ഹുദയുടെ ഖാത്തിമത്ത് കൊണ്ട് മരിക്കണം, അത് തങ്ങൾ തരണം. വംനുൻ ബിഫളിലി തഗമ്മുദി, അവിടുത്തെ വ്യാപകമായ പൊതിയുന്ന റഹ്മത്ത് ഔദാര്യമായി തങ്ങൾ തരണം. ഇന്നന്ത ലം തർഹം ഫമൻ ഹുവ റാഹിമു ഔ അന്ത ലം തഗ്ഫിർ ഫമൻ ലിൽ മുഅ്തദി. അങ്ങ് പുറത്തില്ലെങ്കിൽ എനിക്ക് ആരാണ്, അങ്ങ് കരുണ കാണിച്ചില്ലെങ്കിൽ എനിക്ക് ആരാണ്. വമനില്ലദീ യാ സയ്യിദി അർജൂ ലിമാ ഇൻദീ മിനൽ അംരിൽ മുഖീമിൽ മുഖീദി. എന്നെ ഇരുത്തുന്ന നിർത്തുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഞാൻ ആഗ്രഹിക്കുന്നത് ആരംഭ നബിയെ അങ്ങളെ തന്നെയാണ്, മറ്റാരാണ്. മലീ സിവാ തഅഫീരി ഹദ്ദി ഫീ സറാ ബലദിൻ നബിയിൽ ഹാശിമിയിൽ മഹ്തദി ഫീ മൗതിനിൽ ഖദമിൽ ശരീഫി വമഹബത്തിൽ വഹയിൽ കരീം വഹിയിറങ്ങിയ പുന്നാര മദീനത്ത്, റസൂലുള്ളാഹിന്റെ കാൽപാദങ്ങൾ സ്പർശിച്ച പുന്നാര മദീനയിൽ എന്റെ കവിളൊന്നു പോയിട്ട് അവിടെ വരക്കണം ആ മണ്ണിൽ, അല്ലാതെ എനിക്ക് എവിടെ നിന്നാണ് പാപം പൊറുക്കാൻ എന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാദസ്പർശമേറ്റ മദീനത്തെ മണ്ണിനെയും പെണ്ണിനെയും ഒട്ടാകെ സാക്ഷി നിർത്തിയിട്ട് ഹൃദയത്തിന്റെ അകത്ത് കൊണ്ടുവന്നിട്ട് റസൂലുള്ളാഹിനോട് പാപത്തിന്റെ പേരിൽ അന്യായം പറഞ്ഞ തൊബക്കാത്തില് വളരെയധികം പേര് പറയപ്പെട്ട തന്റെ പിതാവായ താജുദ്ദീൻ സുബ്കിയുടെ പിതാവായ മഹാനായ തഖിയുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു തങ്ങളുടെ ഈ വസിയ്യത്ത് പഹടമുള്ള കാലാകാലം. പിന്നെ മഹാനറി ഹിജറ 756 വഫാത്ത്, 683 തന്റെ ജനനം. അപ്പൊ ഇബ്നു തൈമിയ്യയുടെ ആ വിദണ്ഡ കാലത്ത് നല്ലോപോലെ തികഞ്ഞ പണ്ഡിതനായി നിന്ന ആ മഹാൻ അഹ്ലുസുന്നത്തിന് വേണ്ടിയിട്ട് ഉരുക്കുപോലെ കെട്ടിപ്പടുത്ത ആ കോട്ടയിലാണ് ഇബ്നു തൈമിയ്യയുടെ ബിദ്അത്ത് തകർന്ന് തരിപ്പണമായതും അദ്ദേഹത്തിന്റെ ആക്രമണത്തിലാണ് അത് നിരംപരിശായതും. ആ തഖിയുദ്ദീൻ സുബ്കിയെ പിൻപറ്റുന്ന സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾക്ക് ഇർതകബതു അലൽ ഖതാ വൈറഹസിരിൻ വഅദദ് ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി എന്ന് പറയുന്നത് ഒരു കൊടുത്തല്ല, അല്ലാത്തൊരു വിഷമൊന്നുമില്ല. അത് സുന്ദരമായിട്ട് പറ്റുന്ന, ശരിക്കും സാഹിത്യാലങ്കാരത്തിലും പറ്റുന്ന, മതപരമായും ദീനിയായും യാഥാർത്ഥ്യത്തിന്റെ മേലെടുത്താൽ അങ്ങനെയും പറ്റുന്ന ശരിയായ തവസ്സുലും ഇസ്തിശ്ഫാഉമാണ്. ആ ഇസ്തിശ്ഫാഇന്റെ പേരിലും മങ്കൂസ് മൗലൂദും ശിർക്ക് ആരോപിക്കേണ്ട. ഇനി രണ്ടാമത്തെ ഹദീസ് റവാ കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു. ഞാൻ ആ ഹദീസുകൾ ഇങ്ങനെ ഓതാൻ പോണില്ല, ഇനി വേഗം സുഖ എന്താന്ന് വെച്ചാൽ ആളെ പറഞ്ഞിട്ട് ഒറ്റപ്പോക്ക്. റവാ കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു, ഇതാണിപ്പോ നാലാമത്തെ ആരോപണത്തിന് കൂടി വിധേയമായ മങ്കൂസ് മൗലൂദിലെ കെട്ടുകഥ. നാലാമത്തെ ആരോപണം എന്താ? ജൂതന്മാരെ കൂട്ടുപിടിച്ചിട്ട് ഇസ്ലാമിനെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് മൗലിദുകാരൻ നടത്തുന്നത്. അത് ഓതുന്നവര് അതിനാണ് വളം നിൽക്കുന്നത്, കൂട്ടുനിൽക്കുന്നത്. ഓ, വല്ലാത്ത ആരോപണം. എതിരാളിയുടെ കയ്യിലെ പാവയായി മഹാന്മാര് മാറിയെന്ന്. റവാ കഅബുൽ അഹ്ബാർ തിരായി എന്തേ വേണ്ടുള്ളൂ. കഅബുൽ അഹ്ബാർ എന്നവര് അപ്പൊ ഈ ജൂതനാണ് അറിയുന്നത്. കഅബുൽ അഹ്ബാർ എന്ന് പറയുന്ന ആരാ? കഅബുൽ അഹ്ബാർ ജൂതനായിരുന്നു, അത് ശരിയാ. കഅബുൽ അഹ്ബാർ എന്നല്ലേ ഞങ്ങളും പറഞ്ഞിട്ട്, അത് അറിയാതില്ല. കഅബുൽ അഹ്ബാർ, അഹ്ബാർ റുഹ്ബാൻ എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്കറിയാം അത് ജൂതന്മാരിലുള്ള സന്യാസികളെയും പുരോഹിതന്മാരെയും വിളിക്കുന്ന പേരാണ് എന്ന്. അദ്ദേഹം നല്ല പുരോഹിതനായിരുന്നു. കഅബുൽ അഹ്ബാർ, അഹ്ബാറുകളുടെ കഅബ്. അപ്പൊ പുരോഹിതന്മാരിലുള്ള കഅബ് എന്ന അദ്ദേഹത്തിന്റെ പേര് അലങ്കാരമായിട്ടാണ്, പേരായി തന്നെ ഞങ്ങൾ വിളിക്കുന്നത് കഅബുൽ അഹ്ബാർ. കഅബുൽ അഹ്ബാർ എന്ന് പറയുന്ന ആള് ഇപ്പോഴും ജൂതനാന്ന് പറഞ്ഞാൽ, ലഡോ അബൂ ഹുറൈറ ജൂതനാന്ന് പറയുന്നവർക്ക് വളം വെച്ചു കൊടുത്തത് നിങ്ങളുടെ ഈ രീതിയല്ലേ, നിങ്ങളുടെ ഈ ശൈലി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ധാരാളം ഹദീസുകൾ പഠിച്ച് റിപ്പോർട്ട് ചെയ്യുന്നതിൽ മിക്ക ഹദീസും കഅബിലൂടെ വന്നിട്ടുണ്ട്. കഅബിൽ നിന്ന് പലതും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പഠിച്ചിട്ടുണ്ട്. ഈ കഅബിനെ ജൂത പുരോഹിതനെന്നും ജൂതന്റെ ഏജന്റ് എന്നും തിരിയാതെ നമ്മൾ ആലാതെ വട്ടം കറങ്ങിപ്പോയി എന്ന്. ആ വട്ടം കറങ്ങലിലിടോ ഖലീഫ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മുതൽ പിടിച്ചുള്ള മുഴുവൻ സ്വഹാബാക്കളും പെട്ടു എന്നാണ് നിങ്ങളുടെ ആരോപണമെങ്കിൽ നിങ്ങളുടെ ഈമാൻ മനസ്സിൽ നിന്ന് നീങ്ങിപ്പോയി. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തൊട്ടുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും കഅബ എന്ന ജൂതന്റെ ഒറ്റിൽ കുടുങ്ങിയെന്നും അദ്ദേഹം ഇസ്ലാമിനെ കുതന്ത്രത്തിലൂടെ പറ്റിക്കാൻ വന്നപ്പോ അവർക്കാർക്കും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്നോ നിങ്ങൾ ആരോപിക്കുന്നതെങ്കിൽ നിങ്ങൾ മൂമിനീങ്ങളല്ല, പച്ച കാഫിർ എന്ന് നിങ്ങളെ പ്രഖ്യാപിക്കും. അങ്ങനെ തുറന്നു പറയേ വേണ്ടുള്ളൂ. അത് നിങ്ങൾ തുറന്നു പറഞ്ഞാൽ നിങ്ങളെ കാഫിർ എന്നു തന്നെ സുന്നി ഉലമാക്കൾ പ്രഖ്യാപിക്കും, സംശയം വേണ്ട. ഉമറുൽ ഫാറൂഖ് മുതൽ പിടിച്ച് ജൂതന്മാരുടെ ഒറ്റപ്പെട്ടു എന്ന് പറഞ്ഞാൽ എന്താരോപണമാണിത്?
ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് മുസ്ലിമാകാൻ ഭാഗ്യം സിദ്ധിച്ച, റസൂലുള്ളാന്റെ കാലത്തെ പുരോഹിതനായി ജീവിക്കുന്ന, അന്നേ ഉള്ള പക്ഷെ വിശ്വസിക്കാൻ വരാൻ ഉമർ എന്നവരുടെ കാലത്ത് ഭാഗ്യം സിദ്ധിച്ചിട്ടുള്ള വലിയ ഒരു പണ്ഡിതനും പഴയ വേദങ്ങളിലും കൂടി വിവരമുള്ള ഒരു മഹാനുമാണ് കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു.